നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കൊണ്ട് ഒരു മോരുകറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മോരുകറി ഉണ്ടാക്കാനായിട്ട് പോവാം വീഡിയോയിലേക്ക്. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, 3 അല്ലി വെളുത്തുള്ളി എടുക്കാം, നമുക്ക് 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഇത്തിരി കറിവേപ്പില ഇടാം, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, നമുക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം, ഇത്തിരി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെറ്റിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കാം. ഇത്തിരി വേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. തേങ്ങ അരച്ച് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളമല്ല ഒഴിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കലക്കി ഒഴിക്കുകയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. തുറന്ന് നോക്കാം. എല്ലാം ഒന്ന് തിളച്ച് സെറ്റായിട്ടുണ്ട്. നമുക്കിനി തൈര് നമ്മൾ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാക്കറ്റ് തൈരാണ്, അധികം പുളിയൊന്നുള്ള തൈരല്ല. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കരുത്. തിളപ്പിക്കാണ്ട് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് താളിച്ച് കൊടുക്കണം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്, നമുക്ക് താളിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 4-5 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അടിപൊളിയുടെ തക്കാളി മോരുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ലൈക്കും ഷെയറും ഫോളോ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.